ഇനിയൊരു വിവാഹം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഒരു പങ്കാളി വേണമെന്ന് ആഗ്രഹമുണ്ട്. 19 വയസ്സിൽ വിവാഹം കഴിച്ചത് ജ്യോത്സ്യൻ കാരണം. അമൃത സുരേഷ്. മലയാളികൾക്ക് സുപരിചിതയാണ് ഗായികയാണ് അമൃത സുരേഷ്. റിയാലിറ്റി ഷോയിലൂടെയാണ് അമൃത മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത്. റിയാലിറ്റി ഷോയിൽ മത്സരിക്കവേ ജഡ്ജായി എത്തിയ ബാലയുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. 19 വയസ്സിലാണ് അമൃത വിവാഹിതയാകുന്നത്. ഈ വിവാഹവും വേർപിരിയലുമെല്ലാം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പിന്നാലെ സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി വിവാഹം നടന്നു. ഇതും വേർപിരിയുകയായിരുന്നു. ഇപ്പോഴിതാ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചതിനെക്കുറിച്ചും ആ ബന്ധത്തിൽ നിന്ന് നേരിട്ട അനുഭവങ്ങളും തുറന്നു പറയുകയാണ് അമൃത. രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. ഇനിയൊരു വിവാഹം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഒരു പങ്കാളി വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് താരം പറയുന്നത്. ആദ്യ വിവാഹത്തിൻ്റെ ട്രോമ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് കല്യാണം എന്ന ഐഡിയ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അമൃത പറയുന്നു. 18 വയസ്സിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു. 19-ാം വയസ്സിൽ വിവാഹവും. ആ പ്രായത്തിൽ വിവാഹം കഴിച്ചത് ജ്യോത്സ്യൻ കാരണമാണ്. ആ പ്രായത്തിൽ എൻ്റെ വിവാഹവും നടക്കണമെന്ന് ജാതകത്തിൽ ഉണ്ടായിരുന്നുവത്രേ. വിവാഹമെന്ന തീരുമാനത്തിലേക്ക് ഞാൻ ആ പ്രായത്തിൽ എത്തിയതിന് ചില കാരണങ്ങളുണ്ട്. ആശ്രമവും മറ്റും ചുറ്റിപ്പറ്റി വളരെ ഒതുക്കമുള്ള ജീവിതമായിരുന്നു എൻ്റേത്. ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്ന ശേഷമാണ് കൂടുതൽ ആളുകളെ കണ്ടതും പരിചയപ്പെട്ടതും എക്സ്പ്ലോർ ചെയ്തു തുടങ്ങിയതും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചെറുതായി സ്നേഹം കാണിച്ചാൽ പോലും അതിൽ വീണുപോകും. ലവ് ബോണ്ടിങ് എൻ്റെ പ്രണയത്തിൻ്റെ കാര്യത്തിലും വലിയൊരു ഫാക്ടറായിരുന്നു. മാത്രമല്ല എൻ്റെ കുടുംബത്തിനോട് തുടക്കത്തിൽ ഒരുപാട് സ്നേഹം കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതെല്ലാം കൂടിയായപ്പോൾ ഞാൻ അയാളെ പ്രണയിച്ചു പോയി എന്നാണ് താരം പറയുന്നത്. നേരത്തെ വിവാഹം കഴിച്ചതുകൊണ്ടുണ്ടായ ഒരു ഗുണം എൻ്റെ മകൾ ഇപ്പോൾ ടീനേജിലാണ് എന്നതാണ്. അവൾ എൻ്റെ ഫ്രണ്ടിനെ പോലെയാണ്. ബോംബെയിൽ നിന്ന് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിരുന്നു. പ്രപ്പോസലിൻ്റെ കാര്യം പാപ്പുവിനോട് പറഞ്ഞപ്പോൾ മമ്മി പോയി ട്രൈ ചെയ്തിട്ട് തിരിച്ചു വാ എന്നായിരുന്നു അവളുടെ മറുപടി എന്നും അമൃത കൂട്ടിച്ചേർത്തു.